ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ദിവസമാണ്. ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച ഒരു മഹാവിശുദ്ധൻ. ഈശോയുടെ ഒരു വചനം ഈ വിശുദ്ധനോടൊപ്പം ചേർത്ത് വയ്ക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. സ്റ്റീഫൻ്റെ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം, ആ ഫരിസേരുടെയും ആ നിയമജ്ഞൻ്റെയും ആ പ്രമാണികളുടെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവിക ജ്ഞാനമാണ് വിളമ്പെടുത്തത്. നിങ്ങൾ പറയേണ്ടതെന്ന് തക്ക സമയത്ത് നൽകപ്പെടും. നീ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രധാന നിമിഷങ്ങളിലെല്ലാം നിനക്ക് വേണ്ടത് സ്വർഗം നിനക്ക് തന്നിരിക്കും. അതൊരു ഉറപ്പാണ്. കാരണം നീ ദൈവത്തിന് വേണ്ടിയാണ് നിലകൊള്ളുക. നിനക്ക് വേണ്ടി ദൈവം തിരിച്ചു നിലകൊള്ളും. ഒന്ന് വിലയിരുത്തുക, ദൈവത്തിന് വേണ്ടിയുള്ള നിന്റെ നിലകൊള്ളൽ എപ്രകാരമാണെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധൻ നിനക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് രക്തസാക്ഷിയായല്ലോ. നിന്റെ വാഗ്ദാനം ആ വ്യക്തിയെ പൂർത്തീകരിച്ചല്ലോ. തക്ക സമയത്ത് നിന്റെ ജ്ഞാനം ആ വ്യക്തിയിൽ ഒഴുകിയെത്തി. ഈശോയെ, നിനക്ക് വേണ്ടി നിലകൊണ്ടാൽ നീ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു ബോധ്യം ഈ വ്യക്തിക്ക് നൽകണം. നിന്റെ നാമത്തിൽ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.